CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് കൽപ്പാത്തിയിൽ ഇനി രഥോത്സവത്തിന്റെ ഭക്തിസാന്ദ്ര നാളുകൾ. ശനിയാഴ്ച രാവിലെ 11:15 11:30 മധ്യയായിരുന്നു ആദ്യ കൊടിയേറ്റം നടന്നത്. ഈ മാസം 14, 15, 16 തീയതികളിലാണ് രഥോത്സവം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ ഫുട്ബോൾ മത്സരത്തിന് ശ്രീകൃഷ്ണപുരം VTB കോളേജ് യോഗ്യത നേടി. മണ്ണാർക്കാട് കല്ലടി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അവസാന റൗണ്ട് മത്സരത്തിൽ ഷൊർണൂർ SM കോളേജിനെ ഇഞ്ചുറി ടൈമിൽ പരാജയപ്പെടുത്തിയാണ് VTB യോഗ്യത നേടിയത്. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആശാവർക്കേഴ്സ് യൂണിയൻ മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് തൊഴിലാളി സംഗമം നടത്തി. CITU ജില്ലാ സെക്രട്ടറി VP സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കൽപ്പാത്തിയിൽ ഇനി രഥോത്സവത്തിന്റെ ഭക്തിസാന്ദ്ര നാളുകൾ. ശനിയാഴ്ച രാവിലെ 11:15 11:30 മധ്യയായിരുന്നു ആദ്യ കൊടിയേറ്റം നടന്നത്. ഈ മാസം 14, 15, 16 തീയതികളിലാണ് രഥോത്സവം. ആചാരാനുഷ്ഠാനങ്ങളോടെ ശനിയാഴ്ച പകൽ 10:30 12:10 ഇടയ്ക്കായിരുന്നു കൊടിയേറ്റം. 12-ന് 5ാം തിരുനാൾ രഥസംഗമം നടക്കും. 14-ന് കൽപ്പാത്തി ശിവക്ഷേത്രത്തിൽ രഥാരോഹണത്തോടെ 1ാം തേരുത്സവത്തിന് തുടക്കമാകും. രഥാരോഹണത്തിന് ശേഷം ദേവരഥങ്ങളുടെ ഗ്രാമപ്രദക്ഷിണവും ആരംഭിക്കും. 15-ന് 2ാം തേരുത്സവ ദിനത്തിലാണ് പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം. 3ാം തേരുത്സവ ദിനമായ 16-നാണ് പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥാരോഹണം നടക്കുക. അന്ന് ത്രിസന്ധിക്ക് തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ ദേവരഥ സംഗമമാകും. CCN പാലക്കാട്. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആശാവർക്കേഴ്സ് യൂണിയൻ മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് തൊഴിലാളി സംഗമം നടത്തി. CITU ജില്ലാ സെക്രട്ടറി VP സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ആശ മാത്രമല്ല, അംഗനവാടി അതാണ്, പാചകം അതാണ്, NHM അതാണ്. ഇതെല്ലാം എന്താണ്? കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെല്ലാം 60% കേന്ദ്രവും 40% സ്റ്റേറ്റുമാണ് കൊടുക്കേണ്ടത്, അല്ലേ? എന്നാൽ ഇപ്പോ 2 വിധത്തിലുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഓണറേറിയും അതിനു പുറമെ സംസ്ഥാന ഗവൺമെന്റ് ഇൻസെന്റീവിന്റെ 40% കൊടുക്കുന്നുണ്ട്, അല്ലേ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുക്കുന്ന അത്രയും തുക ഓണറേറിയം കൊടുക്കുന്നുണ്ടോ? ഇല്ല. 2016 ഉമ്മൻചാണ്ടി അവസാനിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന ഓണറേറിയം എത്രേ? സംസ്ഥാന സെക്രട്ടറി KP വിജയ ധർണയിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ലളിത, സെക്രട്ടറി ബബിത, പുഷ്പ, രാഗിണി, അജിത എന്നിവരും സംഗമത്തിൽ സംസാരിച്ചു. വർദ്ധിപ്പിച്ച വേതനം ആശാവർക്കർമാർക്ക് ആശ്വാസകരമാണെന്ന് നേതാക്കൾ പറഞ്ഞു. CCN മലപ്പുറം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ ഫുട്ബോൾ മത്സരത്തിന് ശ്രീകൃഷ്ണപുരം VTB കോളേജ് യോഗ്യത നേടി. മണ്ണാർക്കാട് കല്ലടി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അവസാന റൗണ്ട് മത്സരത്തിൽ ഷൊർണൂർ SM കോളേജിനെ ഇഞ്ചുറി ടൈമിൽ പരാജയപ്പെടുത്തിയാണ് VTB യോഗ്യത നേടിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ അഫിലിയേറ്റ് ചെയ്ത 482 കോളേജുകളിൽ നിന്നും ഓരോ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന
4 ടീമുകളടക്കം മൊത്തം 16 ടീമുകൾ പങ്കെടുക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ മത്സരത്തിനാണ് VTB കോളേജ് യോഗ്യത നേടിയത്. പാലക്കാട് ജില്ലയിലെ 42 കോളേജുകൾ പങ്കെടുത്ത സീസോൺ ഫുട്ബോൾ ടൂർണമെന്റിലെ പ്രാഥമിക റൗണ്ടിലും ക്വാർട്ടർ ഫൈനൽ ലീഗ് മത്സരങ്ങളിലും തോൽവിയറിയാതെ തുടർച്ചയായി വിജയങ്ങൾ കരസ്ഥമാക്കിയാണ് VTB കോളേജ് മത്സരത്തിന് യോഗ്യത നേടിയത്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ വെച്ച് നടന്ന സീസോൺ ക്വാർട്ടർ ഫൈനൽ ലീഗ് മത്സരത്തിൽ AMC മനശ്ശേരിയോടും മൈനോറിറ്റി കോളേജ് പടിഞ്ഞാറങ്ങാടിയോടും തോൽവിയറിയാതെ സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഷൊർണൂർ SN കോളേജിനെ 2-1 പരാജയപ്പെടുത്തിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച 16 ടീമുകൾ പങ്കെടുക്കുന്ന ഇന്റർസോൺ ഫുട്ബോൾ മത്സരത്തിന് VTB യോഗ്യത നേടിയത്. കോളേജിന്റെ ക്യാപ്റ്റൻ 3ാം വർഷ BA ഹിസ്റ്ററി വിദ്യാർത്ഥി K മിഥുൻ 10 ഗോളുകൾ സീസൺ ഫുട്ബോൾ മത്സരത്തിൽ നേടുകയും ചെയ്തു. തുടർച്ചയായി 7 വർഷം VTB കോളേജിന് വേണ്ടി ബൂട്ടണിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ഷമീനാണ് VTB കോളേജിന്റെ ഫുട്ബോൾ പരിശീലകൻ. CCN കടമ്പഴിപ്പുറം. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം കോക്കൂർ AHM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നിലവിലെ കെട്ടിടം നവീകരിച്ച് പണിയുന്നതിനായി 1 കോടി രൂപ അനുവദിച്ചെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ കോക്കൂർ ഇന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയായി ഏകദേശം 1800ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാലയമാണ് GHSS കോക്കൂർ. വിദ്യാർത്ഥികളുടെ ഈ വലിയ കൂട്ടം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് അടിവരയിടുന്നത്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ ഈ സ്കൂൾ പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ നേടിയ 95 വിജയശതമാനം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ സാക്ഷ്യമാണ്. എന്നാൽ പ്ലസ് 2 വിഭാഗത്തിൽ 52 വിജയശതമാനം എന്നത് നമുക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ വിദ്യാകിരണം പദ്ധതി പ്രകാരം 90 ലക്ഷം രൂപ കിഫ്ബിയിൽ നിന്നും വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. 3 നിലകളിലായി ആധുനിക രീതിയിലുള്ള 14 ക്ലാസ് റൂമുകൾ, ലാബ്, സ്റ്റാഫ് റൂമുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കെട്ടിടം. ചടങ്ങിൽ P നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു, ആലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ, വൈസ് പ്രസിഡന്റ് KK പ്രഭിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ, പ്രധാന അധ്യാപിക K റീജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പുതുതായി സ്ഥാപിച്ച ഡയാലിസിസ് സെന്റർ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി SOS പട്ടാമ്പി സോൺ സാന്ത്വന വോളണ്ടിയർമാർ ഡയാലിസിസ് ബ്ലോക്ക് പരിസരം ശുചീകരിച്ചു. SOS പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി UA റഷീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സെന്ററിലെത്തുന്ന രോഗികൾക്കും ബൈസ്റ്റാൻഡർമാർക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. തണലറ്റവർക്ക് തുണയാവുക എന്ന ശീർഷകത്തിൽ SOS സാന്ത്വനം നേതൃത്വത്തിൽ നവംബർ ആദ്യവാരം വിവിധ സാമൂഹിക ആശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആചരിക്കുന്ന സ്വാന്തന വാരത്തിന്റെ ഭാഗമായാണ് ഈ ശുചീകരണം സംഘടിപ്പിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് SOS പട്ടാമ്പി സോൺ സാന്ത്വനം സെക്രട്ടറി മർസൂഖ്, സോൺ ഭാരവാഹികളായ നിസാമുദ്ദീൻ സഖാഫി, ഫസൽ റഹ്മാൻ, MP M മുസ്തഫ, വോളണ്ടിയർമാരായ ഷഫീഖ്, ഷാഫി, സൈനുൽ ആബിദ്, സിറാജ് എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തകർ നിശബ്ദരായി അവരവരുടെ സംസ്കരണത്തിനാവശ്യമായ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവശരെ കേൾക്കലും വൃദ്ധരും അനാഥരും അഗതികളുമായ ആളുകൾക്ക് ആവശ്യമായ പരിചരണങ്ങൾ, ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, അവരുടെ താമസ സൗകര്യങ്ങൾ തുടങ്ങിയുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങളാണ് ഈ സാന്ത്വന വാരത്തിൻ്റെ ഭാഗമായി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആശുപത്രികൾ, റിഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, ഭിന്നശേഷി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങൾ, അവരുടെ ശുചീകരണങ്ങൾ, അതുപോലെ തെരുവിലെ ആളുകളെ പരിചരിക്കൽ തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ
ഡയാലിസിസ് സെൻ്ററിൻ്റെ പരിസരങ്ങൾ ശുചീകരിക്കുന്നത്. തീർച്ചയായും നാളിതുവരെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പൊതുജനങ്ങളിൽ നിന്ന് നല്ല ഒരു സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CCN ചെറുപ്പുളശ്ശേരി. അലനല്ലൂർ കൊമ്പാക്കൽ കുന്നിൽ സ്നേഹതീരം ഫൗണ്ടേഷന് കീഴിൽ നിർമ്മിക്കുന്ന സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. ഇതോടനുബന്ധിച്ച് സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മുൻ തദ്ദേശ വകുപ്പ് മന്ത്രിയും സ്നേഹതീരം മുഖ്യ രക്ഷാധികാരിയുമായ പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പെട്ട ജീവിതം അത് തന്നെ പല രീതിയിലുള്ള രോഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ്. അത്തരത്തിലുള്ള കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരിക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുള്ളതിനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. അവരെ പരമാവധി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും. അതിലെല്ലാവരുടെയും സഹകരണമാണ്. ഇതുപോലെ ഞാൻ അത് വേദിയിലെടുത്ത് പറയുന്നില്ല. സാധാരണ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പലതിലും നമ്മളെല്ലാം പങ്കാളികളായി. പക്ഷേ ഇത്തരം ഒരു സ്ഥാപനത്തിന് സ്ഥലം ആവശ്യമുണ്ട് എന്ന് കണ്ട് സ്ഥലം അന്വേഷിക്കാൻ ചെന്നപ്പോൾ സ്ഥലം കാണിച്ചു തരിക മാത്രമല്ല, ആ സ്ഥലം എൻ്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞ് ഒരു നാണയ പൈസ പ്രതിഫലം വാങ്ങാതെ സ്ഥലം തന്നു. ആ ആവേശത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം സ്വയം നീങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ചെലവ് സമീപ ഭാവിയിൽ തുറന്നു പ്രവർത്തിക്കാൻ പോകുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തന രീതി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 50ഓളം നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഡയാലിസിസ് മെഷീനുള്ള ഫണ്ട് പള്ളത്ത് കുഞ്ഞൻ ഹാജിയിൽ നിന്ന് മുഖ്യ രക്ഷാധികാരി പാലോളി മുഹമ്മദ് കുട്ടി സ്വീകരിച്ചു. മെഷീനുകളും ജനറേറ്ററുകളും സംഭാവന ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു. ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്ത ഇറം ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ സിദ്ദിഖ് അഹമ്മദിന് വേണ്ടി സഹോദരൻ കബീർ ഹാജിയും ജനറേറ്റർ സംഭാവന ചെയ്ത കിംസ് അൽ ഷിഫ ഡയറക്ടർ P. ഉണ്ണീനു വേണ്ടി പ്രതിനിധി അബ്ദുള്ള ഷാക്കീറും ഉപഹാരം ഏറ്റുവാങ്ങി. സ്കൂൾ തലങ്ങളിലും ക്ലബ്ബ് തലങ്ങളിലും നടന്ന ഫണ്ട് സമാഹരണത്തിൽ വിജയികളായവർക്കും ചടങ്ങിൽ ഉപഹാരം നൽകി. കല്ലടി ഹൈസ്കൂൾ കുമരമ്പത്തൂർ, ഇർഷാദ് ഹൈസ്കൂൾ ചങ്ങലേരി, കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ, കുണ്ടലക്കാട് കൈത്താങ് കൂട്ടായ്മ, മൈത്രി ക്ലബ് പാലോട്, യുവ ക്ലബ് പുതുമനക്കുളമ്പ് എന്നിവർക്കുള്ള ഉപഹാരം N. ഷംസുദ്ദീൻ MLA, ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട്, മുഹമ്മദ് ഹാജി തുടങ്ങിയവർ വിതരണം ചെയ്തു. സ്നേഹതീരം ചെയർമാൻ M. ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി കല്ലടി അബൂബക്കർ, കരീം ദാരിമി നാലകത്ത്, അസീസ് സഖാഫി, ആലായൻ റഷീദ്, അഡ്വക്കേറ്റ് നാസർ, ഖാസിം ആലായൻ, TR സെബാസ്റ്റ്യൻ, ബഷീർ തെക്കൻ, KE ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജുനൈസ്, SR ഹബീബുള്ള, KPM സലീം, EM നവാസ്, CP സുബൈർ, അച്ചിപ്ര മുസ്തഫ, മൊയ്തുപൂ പിലാക്കൽ, പടുവിൽ കുഞ്ഞി മുഹമ്മദ്, ഗഫൂർ കോൽക്കളത്തിൽ, മുഹമ്മദ് ഹാജി, പാലോട് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹതീരം ജനറൽ കൺവീനർ മോഹൻ ഐസക് സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ TP സുബൈർ നന്ദിയും പറഞ്ഞു. CCN ചത്തല്ലൂർ. പൊതുയിടങ്ങളിലെ അനധികൃത മാലിന്യ നിക്ഷേപം തടയുന്നതിന്റെ ഭാഗമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ക്യാമറ സ്ഥാപിച്ചതിന്റെ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി നിർവഹിച്ചു. ഏറ്റവും ഒടുവിലായി അകവണ്ട മണ്ണൂർ റോഡിലാണ് ക്യാമറ സ്ഥാപിച്ചത്. മഹാകാളിക്കാവ് പരിസരം, ഉണ്ണിവൈദ്യർപടി, കാഞ്ഞിരക്കടവ് പാലത്തിനു സമീപം എന്നിവിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 4 സ്ഥലങ്ങളിലായി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്ത് 7 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. സ്ഥലം മെമ്പർ ലത സ്വാഗതം പറയുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ബൊക്കാഷി ബക്കറ്റുകളും പെൻ ബോക്സുകളും വിതരണം ചെയ്തു. ഭക്ഷ്യമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വീടുകൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ നൽകുന്നത്. വിതരണത്തിന്റെ 2ാം ഘട്ട ഉദ്ഘാടനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ 95 പേർക്ക് ബൊക്കാഷി ബക്കറ്റുകളും പെൻ ബോക്സുകളും നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ ഷൗക്കത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൽ നിന്നുണ്ടാകുന്ന ഈ ഫുഡിന്റെ വേസ്റ്റ് ഉപയോഗിച്ച് അവസാന മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു തരം വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ഒരു തരം
വളം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഷൗക്കത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പ്ര, VO രാംജിത്ത് എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വീടുകൾ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകണമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. പട്ടികജാതി ക്ഷേമ സമിതി കടമ്പഴിപ്പുറം പഞ്ചായത്ത് സദസ് നടന്നു. കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിയമം ഉണ്ടായി. എന്താണ്? അമ്പലങ്ങളിൽ പൂജാരിമാരാവാണ് നമ്മുടെ കുട്ടികൾ. അമ്പലങ്ങളിൽ അങ്ങനെ പോകാമോ? അമ്പലങ്ങളുടെ പുറത്ത് നിർത്തിയിരുന്ന അനുഭവം ഇതുവരെയും ഉള്ളത്. നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് പൂജാരി നിയമനങ്ങളിൽ സംവരണം. അവ പൂജാരി ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വിപിൻദാസിന് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞ ഇവിടെ നിൽക്കുമ്പോ അന്നും ഉണ്ടല്ലോ കുറെ ആളുകൾ. സംസ്കൃത ഭാഷയാണ് പഠിക്കാൻ എല്ലായിടത്തും അവസരമുണ്ട്. പാലക്കാട്ടുകാർക്ക് വേറെയും വേണ്ട. എവിടെയുള്ളത് സംസ്കൃതം പഠിക്കുന്നത്? PKS ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സദസ്സിൽ PKS ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി SK രാമകൃഷ്ണൻ, പാർട്ടി ഏരിയ സെന്റർ അംഗം K രാമചന്ദ്രൻ, P സുബ്രഹ്മണ്യൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ലോക്കൽ കമ്മിറ്റി അംഗം SK മുരളി എന്നിവർ പ്രസംഗിച്ചു. PKS വൈസ് പ്രസിഡന്റ് CP ബേബി നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. അമ്പലപ്പാറ പഞ്ചായത്തിലെ 4 സായാഹ്ന പഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് നമ്മൾ നേടിയെടുത്തിറക്കുകയാണ്. നേരത്തെ വെച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് നമ്മൾ ഈ പദ്ധതി ആരംഭിച്ച കാലത്ത് എല്ലാ പഞ്ചായത്തുകളോടും ആസ്തി പഞ്ചായത്തിനാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് അവർക്ക് ബെഞ്ചും ഡെസ്കും മേശയും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തില് ചേർന്നിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും കൂടി യോഗത്തിൽ തീരുമാനിച്ചതാണ്. പഞ്ചായത്തിന്റെ പട്ടികജാതി ഫണ്ടിൽ നിന്ന് 3,60,000 രൂപയാണ് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായി ചിലവഴിച്ചത്. ചെറുമുണ്ടശ്ശേരി തെക്കേപുരയ്ക്കൽ സായാഹ്ന പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന വിതരണോദ്ഘാടനം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം VTB കോളേജിൽ ഒറ്റപ്പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകളുടെയും വിശ്രമമുറിയുടെയും ഉദ്ഘാടനം ഒറ്റപ്പാലം MLA K പ്രേംകുമാർ നിർവഹിച്ചു. 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ഉപയോഗിച്ചാണ് വനിതാ വിദ്യാർത്ഥികൾക്കും അധ്യാപികമാർക്കും ഏറെ പ്രയോജനകരമായ സൗകര്യങ്ങൾ കോളേജിൽ ഒരുക്കിയത്. പുതുതായി നിർമ്മിച്ച വിശ്രമമുറിയിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ വനിതകൾക്ക് വിശ്രമിക്കാനായി കട്ടിലും ബെഡും ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി വീൽചെയർ സംവിധാനവും ഈ മുറിയിൽ ഒരുക്കിയിട്ടുണ്ട്. VTB കോളേജിൽ നടന്ന ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK രാധിക സ്വാഗതം പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ C ഹരിദാസൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു T, കോളേജ് മാനേജർ മോഴിക്കുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. അധ്യാപകർക്ക് നിയമന അംഗീകാരവും ശമ്പളവും നൽകാതെ കാലതാമസം വരുത്തുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങാൻ മലപ്പുറത്ത് ചേർന്ന അധ്യാപകരുടെയും മാനേജർമാരുടെയും സംയുക്ത പ്രതിഷേധ സംഗമം തീരുമാനിച്ചു. വാര്യംകുന്നത്ത് ടൗൺ ഹാളിൽ ചേർന്ന സംഗമം പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ആ ലക്ഷ്യം പ്രാവർത്തികമാക്കി അത് വിവേചനത്തോടു കൂടിയാണ് ആളുകളിൽ ഒന്നും കണ്ടിട്ടില്ല. ഞാനൊരു ഗവൺമെന്റിനെയല്ല പറയുന്നത്, രാഷ്ട്രീയത്തെയുമല്ല പറയുന്നത്. ആ തലത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസം, കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ അപ്പായി, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന്റെ മേഖലയായി, കേരള വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നത നിലവാരമുള്ള ഒരു മേഖലയായി പരിപോഷിപ്പിക്കാൻ കേരളത്തിലെ കഴിഞ്ഞകാല ഗവൺമെന്റുകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ അമേരിക്കയായ ഏറ്റവും വലിയ ടെക്നിക്കൽ മേഖലയായ സിലിക്കൺ വാലിയിൽ പോലും മലയാളികളായ മലബാറിലുള്ള മലയാളികളായ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മലയാളികളായ ഒരുപാട് മക്കൾ അവിടെ സിലിക്കൺ വാലിയിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും അതുപോലെ തന്നെ BBCയിലും CNN-ലും എല്ലാ മാധ്യമരംഗത്തും എല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികൾ പോയി അവരുടെ മാപ്പുകൾ ഉപയോഗിച്ച് ടെക്നിക്കൽ കപ്പാസിറ്റി അവർക്ക് വളർത്തി വലുതാക്കാൻ സാധിച്ചതുകൊണ്ട് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അവരൊക്കെ
നവംബർ 8-ന് 4 വർഷം പൂർത്തിയാക്കിയ അധ്യാപകരുടെ പോലും അംഗീകാരവും ശമ്പളവും വൈകിപ്പിക്കുന്ന സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. സുപ്രീം കോടതിയും ഭിന്നശേഷി നിയമവും അനുശാസിക്കുന്ന 4% ഭിന്നശേഷി നിയമനം ഉടൻ പൂർത്തീകരിക്കണമെന്നും സംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ എടരിക്കോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CCN മലപ്പുറം. മലപ്പുറം മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികൾ വഴി ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടങ്ങൾ സ്കൂളിന് സമർപ്പിച്ചു. വളരെ സന്തോഷത്തോടു കൂടി മുക്കുതല PCNGHSS കെട്ടിടങ്ങളുടെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഭാവി ശോഭനമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ട് കൂടിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ കെട്ടിടങ്ങൾ. PCNGHSS മുക്കുത്തല എന്ന ഈ വിദ്യാലയം അറിവിൻ്റെയും മികവിൻ്റെയും ഒരു വിളക്കുമാടുമായി പി നന്ദകുമാർ MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തിയ 1 കോടി രൂപയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 വാർഷിക പദ്ധതിയിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപയും സമഗ്ര ശിക്ഷ കേരളം 2023-24 സാമ്പത്തിക വർഷത്തിൽ സ്റ്റാർസ് പദ്ധതി പ്രകാരം അനുവദിച്ച 25 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ഹൈസ്കൂൾ കെട്ടിടത്തിൽ 4 ക്ലാസ് റൂമുകളും ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. കൂടാതെ 2 കമ്പ്യൂട്ടർ ലാബുകളും നിർമ്മിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മൂക്കുളത്ത് പദ്ധതി നിർവഹണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയായ വിഷ്ണുവും NSS വിദ്യാർത്ഥികളും വരച്ച മന്ത്രി ശിവൻകുട്ടിയുടെ ഛായാചിത്രങ്ങൾ ചടങ്ങിൽ മന്ത്രിക്ക് കൈമാറി. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് കൽപ്പാത്തിയിൽ ഇനി രഥോത്സവത്തിന്റെ ഭക്തിസാന്ദ്ര നാളുകൾ. ശനിയാഴ്ച രാവിലെ 11:15-നും 11:30-നും മധ്യയായിരുന്നു ആദ്യ കൊടിയേറ്റം നടന്നത്. ഈ മാസം 14, 15, 16 തീയതികളിലാണ് രഥോത്സവം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ മത്സരത്തിന് ശ്രീകൃഷ്ണപുരം VTB കോളേജ് യോഗ്യത നേടി. മണ്ണാർക്കാട് കല്ലടി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അവസാന റൗണ്ട് മത്സരത്തിൽ ഷൊർണൂർ SM കോളേജിനെ ഇഞ്ചുറി ടൈമിൽ പരാജയപ്പെടുത്തിയാണ് VTB യോഗ്യത നേടിയത്. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആശാവർക്കേഴ്സ് യൂണിയൻ മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് തൊഴിലാളി സംഗമം നടത്തി. CITU ജില്ലാ സെക്രട്ടറി VP സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.